ഇടുക്കി മൂലമറ്റം പവർ ഹൗസിന്റെ ഷട്ട് ഡൌൺ മാറ്റിവെച്ചു. 4 ജില്ലകളിലെ കുടിവെള്ള പദ്ധതികളെ ഷട്ട് ഡൌൺ ബാധിക്കുമോ എന്ന ആശങ്ക മൂലമാണ് ഇപ്പോൾ ഈ പദ്ധതി മാറ്റിവെച്ചിരിക്കുന്നത്. ജലവിഭവ വകുപ്പ് KCB ഉദ്യോഗസ്ഥർ ഇന്ന് യോഗം ചേരുന്നുണ്ട്. പെൻസ്റ്റോക്ക് വാൽവിലെ ചോർച്ച അടയ്ക്കുന്നതിനായിട്ടാണ് 1 മാസത്തേക്ക് സമ്പൂർണ്ണ ഷട്ട് ഡൌൺ തീരുമാനിച്ചിരുന്നത്. ജെയിൻ എസ് രാജ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, ഇതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ തകരാറ് പരിഹരിക്കുക? ഈ തകരാറ് പരിഹരിക്കാൻ ഈ പവർ ഹൗസിന്റെ പ്രവർത്തനം 1 മാസത്തേക്ക് നിർത്തേണ്ടി വരും. നിലവിൽ ഈ പെൻസ്റ്റോക്കിലെ വാൽവുണ്ട്, ആ വാൽവിന്റെ അകത്ത് ആ സീലിനാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അനുവദനീയമായ അളവിൽ കൂടുതൽ വെള്ളം ചോരുന്നുണ്ട്. ഈ ജനറേറ്ററുകളിലേക്ക് വെള്ളം എത്തുന്ന പൈപ്പാണ് പെൻസ്റ്റോക്ക്. ഈ വാൽവിന് മാത്രം ഏതാണ്ട് 50 ടൺ ഭാരം വരും. അതുകൊണ്ട് തന്നെ ഇത് അഴിച്ച് സർവീസ് ബേയിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മാത്രമേ ഇത് സർവീസ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ല. കാരണം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ക്ഷാമ സമയത്ത് അത് തിരിച്ചു ലഭിക്കും എന്നുള്ളതാണ് KSEB അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കുടിവെള്ള പദ്ധതികളെ ഈ പവർ ഹൗസിന്റെ പ്രവർത്തനം നിർത്തുന്നത് കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇടുക്കി ജലാശയത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴുകിയെത്തുന്നത് മലങ്കര ഡാമിലാണ്. ആ മലങ്കര ഡാമിലാണ് വെള്ളം സംഭരിക്കുന്നത്. മലങ്കര ഡാമിൽ നിന്ന് ചെറിയൊരു ജലവൈദ്യുത പദ്ധതിയുണ്ട്. അതിലൂടെയും അതോടൊപ്പം തന്നെ കനാൽ വഴിയും അല്ലാതെ ഷട്ടർ വഴിയും പുഴയിലേക്ക് ഒഴുക്കിയാണ് ഇടുക്കി, എറണാകുളം, കോട്ടയം ഉൾപ്പെടെയുള്ള സമീപ ജില്ലകളിലൊക്കെ വെള്ളം പുഴയിലൂടെ എത്തുന്നത്. അപ്പം 10 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമേ മലങ്കര ഡാമിൽ ഇപ്പോൾ സംഭരിക്കാൻ കഴിയൂ. ഏതാണ്ട് 42 TMC വെള്ളമാണ് സംഭരിച്ചിരിക്കുന്നത്. അത്രയും വെള്ളം മാത്രമേ സംഭരിക്കാൻ കഴിയൂ. അത് 10 ദിവസത്തെ കുടിവെള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വെള്ളമാണ്. ബാക്കി അവശേഷിക്കുന്ന 20 ദിവസമുണ്ട്. ആ 20 ദിവസത്തേക്ക് ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് 3 മണിക്ക് ഷട്ട് ഡൗൺ തീരുമാനിച്ചിരുന്നെങ്കിലും അത് നീട്ടിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.